ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അമ്മാവ് നിന്നെ കൂട്ടി സുശീലന്റെ കാണാൻ വേണ്ടി മാത്രമാണോ വന്നേ? ആയിരിക്കും. അവിടെ അമ്പലത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ഒക്കെ നടക്കുക. അതാ അച്ഛൻ പഞ്ചരത്നത്തിലേക്ക് തിരിച്ചുപോയത്. നിനക്ക് സുശീലാന്റെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോരെ മഞ്ചാടി. അമ്മാവൻ ഇത്രയും ദൂരത്തുനിന്ന് വരുത്തിക്കണമായിരുന്നു. അച്ഛനെ ഞാൻ വരുത്തിച്ചൊന്നല്ല രഘുവേട്ട. സുശീലാന്റെ എന്നോട് സംസാരിച്ച കാര്യം ഞാൻ അച്ഛനെ അറിയിച്ചിരുന്നു. അത് ക്ലിയർ ചെയ്യാൻ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ആ സ്ത്രീ വീണ്ടും നിന്നെ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയതാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. ആ അത് മതി. മഞ്ചടി വാട്ടർ ബോട്ടിൽ വെച്ചേക്ക്. മഞ്ചാടി, ഇനിയെങ്കിലും മറ്റുള്ളവര് പറയുന്നതിന് ചെവി കൊടുക്കാതെ ജീവൻ രാജിന്റെ കാര്യത്തില് നീ ഒരു ഉറച്ച തീരുമാനം എടുക്കണം. ജീവൻ രാജ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുപോലെ അറിയാതെ അവന്റെ കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനം അമ്പിളിച്ചേച്ചി എടുക്കേണ്ടത്? അച്ഛൻ വന്ന് അച്ഛന്റെ ഭാഗം ക്ലിയർ ചെയ്ത് പോയി. ജീവൻ രാജിനെ കുറിച്ച് എന്റെ മനസ്സിലെ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാ. അതിനൊക്കെ ഒരു ഉത്തരം കണ്ടെത്തും വരെ എനിക്കിങ്ങനെ പോവാൻ പറ്റൂ. മഞ്ചടന്ത് ഇങ്ങനെയൊക്കെ പറയുന്നു? അവള് സുശീലന്റെ വാക്കിട്ട് അമ്മാവനെ തെറ്റിദ്ധരിച്ച അത് അമ്മാവൻ തന്നെ ക്ലിയർ ചെയ്യണ്ടേ? അതൊക്കെ വിട്ടേക്ക് രഘുവേട്ട. നമ്മളാരും അതിൽ ഇടപെടാതിരിക്കുന്നതാ നല്ലത്. ജീവൻരാജിന്റെ കേസില് തുടക്കം മുതൽ അച്ഛനായിട്ട് മാത്രം മഞ്ചാടിയുടെ സംസാരം. അത് അവര് തമ്മിലായിക്കോട്ടെ. എന്നാലും ഇത്രയും ചെറിയ പ്രായത്തില് ഏതോ ഒരു ചെറുക്കിന് വേണ്ടി ജീവിതം തുലച്ചു കളഞ്ഞില്ലേ അവള്. ടൗണിലെ കോളേജില് അവളെ ചേർക്കുമ്പോഴേ ഞാൻ അച്ഛനോട് പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന്. അച്ഛനും കേട്ടില്ല, മോളും കേട്ടില്ല. എന്നിട്ടിപ്പതേ പഠിപ്പുമില്ല ജീവിതമില്ല എന്നുള്ള അവസ്ഥയിലാ ഉള്ളത്. പഠിത്തത്തിലൊന്നും മഞ്ചാടി ഇതുവരെ ഉഴപ്പിയിട്ടില്ല ചേച്ചി. പഠിച്ച എന്തെങ്കിലുമൊക്കെ ആവണമെന്നുള്ള ചിന്ത അവൾക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികളെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അതെങ്ങനെയെങ്കിലും നേടിയെടുക്കുന്നവരാ. മഞ്ചാടി പഠിച്ചൊരു ജോലി സമ്പാദിച്ച അവളവളുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കട്ടെ. അല്ലാതെ അവളെ ഇനി നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്നൊന്നും തോന്നില്ല അമ്പിളി. ആരാ ചെയ്തു? അത് അവനാ രഘുവേട്ട. ആദിൽ. ഈശ്വര, രഘുവേട്ട രഘുവേട്ട സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. ഇവിടെ വെച്ച് ഒരു വിഷയം ഉണ്ടാവരുത്. അയ്യോ, മോളെ മോളു, ഞാൻ പോയിട്ട് ഇവിടെ വേറെ ആരും ഇല്ലെന്ന് പറയട്ടെ. അവൻ തിരിച്ചു പോയിക്കോളും. അതുകൊണ്ട് കാര്യങ്ങൾ ചെയ്യും. അവനെ എന്നേക്കോട്ട് തിരിച്ചയക്കണം. അല്ലെങ്കിൽ അവൻ വീണ്ടും വരും. രഘുവേട്ട, മോളുക്കുട്ടി. ഗുഡ് മോർണിംഗ് രഘു.
രഘു ഇവിടെ ഉണ്ടെന്നും മാഷ് ഇവിടെ ഇല്ലെന്നും ഉറപ്പിച്ചിട്ടാണ് ഞാൻ വന്നത്. അമ്മാവന്റെ കയ്യിൽ നിന്ന് ഊറ്റാവുന്നൊക്കെ നീ ഊറ്റിയല്ലോ. ഇനി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ല രഘു, മാഷ് പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതാവുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കും. വെറുതെ എന്തിനാ നമ്മൾ കാരണം ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കുന്നേ? നീ അത്രയ്ക്ക് ഇങ്ങോട്ട് വിശാല മനസ്കനായിരുന്നെങ്കിലേ ഇപ്പൊ ഇങ്ങോട്ട് വരാനേ പാടില്ലായിരുന്നു. ഒരു കാരണമില്ലാതെ നീ ഞങ്ങളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നതും അച്ഛനെ ഉപദ്രവിക്കുന്നതും ഒരുപോലെയാ. എന്റെ പൊന്ന് സിസ്റ്ററെ, ഒരു കാരണമില്ലാന്ന് പറഞ്ഞ വാക്ക് കട്ട് ചെയ്യണം. എന്റെ സ്വർണം നിങ്ങൾ കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്ന് ഈ കുഞ്ഞിനെ തൊട്ട് സത്യം ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമോന്ന്? ലച്ചു, ലച്ചുമോളെ, മോൾ അകത്തേക്ക് പോ. വാ, എനിക്ക് അകത്ത് പോ. എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല രഘു. നിന്റെ ഒരു ചോദ്യം. എടാ, നിന്റെ സ്വർണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞില്ലേ? ദേ, ഇനി ഞാൻ ഉത്തരം തരുന്ന കൈ ഉണ്ടായിരിക്കും. കൈ വെക്കുമ്പോ സൂക്ഷിക്കണം രഘു. ആക്സിഡന്റിൽ ഡാമേജ് ആയതൊക്കെ നേരെയായി വരുന്നതേ ഉള്ളൂ. പിന്നെ മർമ്മത്തിൽ തൊട്ടാ അപ്പൊ എന്റെ കാറ്റ് പോവും. നീ വെറുതെ പോയി കൊലക്കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടിയും വരും. എടാ, നിന്നെ കൊണ്ട് ജയിലിൽ പോയാലേ എന്റെ കുടുംബം മനസ്സിലാത്തോടെ ജീവിക്കും. രഘുവേട്ട വിട്. ഇതൊന്നും അല്ല ഇതിന്റെ പരിഹാരം. ഇയാൾ ഒരു സ്ഥിര ശല്യക്കാരനാണെന്ന് കാണിച്ച് രഘുവേട്ട പോലീസിൽ ഒരു പരാതി കൊടുക്കും. വേണമെങ്കിൽ ഞങ്ങളും വരാം. വീട്ടിൽ കയറി വന്ന് ശല്യം ചെയ്യാതെ ഞങ്ങളും പോലീസിനോട് പരാതി പറയാം. അതൊരു നേരായ മാർഗമായിരിക്കും. പക്ഷേ പോലീസ് ഇടപെട്ട കളി മാറും. അതുകൊണ്ടാ നീ അതിന് മുതിരാത്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളെ ആരെയും ഉപദ്രവിക്കണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. ഞാൻ മനഃപൂർവ്വം നിങ്ങളെ തേടി വന്നതുമല്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്വർണം വല്ലാത്തൊരു കാന്തിക ശക്തിയോടെ എന്നെ വീണ്ടും വീണ്ടും രഘുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അതിലൊരു പങ്ക് എനിക്ക് തരാതെ നിനക്കൊരിക്കലും സ്വസ്ഥത കിട്ടില്ല രഘു. അല്ലെങ്കിൽ പിന്നെ നീ എന്നെ കെണി വെച്ചങ്ങ് കൊല്ലണം. തെളിവ് ബാക്കി വെക്കാതെ കൊല്ലാൻ നീ പഠിച്ചിട്ടുണ്ടോ രഘു? ഉണ്ടോ? അതെ, രഘുവേട്ടന്റെ കൈ കൊണ്ട് നിന്നെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ സ്വസ്ഥത തകർക്കുന്നതിന് ദൈവം നിന്നെ ശിക്ഷിക്കും. ഞങ്ങളുടെ കണ്ണീരും പ്രാർത്ഥനയും മതി നീ എരിഞ്ഞടങ്ങാൻ. ദൈവം ഇത്ര കാഴ്ചയില്ലാത്തവനാണോ പെങ്ങളെ? അവനെല്ലാം കാണുന്നവനാ. ചിലരെ ദൈവം കയ്യോർ ശിക്ഷിക്കില്ല, കാത്തുവെക്കും. ചിലപ്പോ ഒരാൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അയാളുടെ അടുത്ത തലമുറയായിരിക്കും അനുഭവിക്കുക.